രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നാളെ രാവിലെ 11 മണിക്ക് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേർന്നുണ്ട്. കമലേഷ്, രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, തീർച്ചയായും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തുള്ള വീട്ടിൽ നിന്നും, തിരുവനന്തപുരത്തെ പൗടിക്കോണത്തുള്ള വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഒരു 9 മണിയോടുകൂടി രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യം തിരുവനന്തപുരത്തെ നന്ദാവനത്തെ AR ക്യാമ്പിലേക്കാണ് രാഹുൽ ഈശ്വറിനെ എത്തിച്ചത്. പിന്നീട് തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിനകത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഇവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഭാരതീയ ന്യായ സംഹിത 75(1)(4) പ്രകാരം, അതായത് ലൈംഗിക ചുവയോടെയുള്ള പരാമർശം ഇതുകൂടി ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തിയാക്കി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. അതിനുശേഷം രാഹുലിനെ പോലീസ് ട്രെയിനിങ് കോളേജിനകത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയി നാളെ രാവിലെ 11 മണിക്കാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. ഏതായാലും ഈ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് മുതൽ വലിയ ആക്രമണം അതിജീവിതക്കെതിരെ ഉണ്ടാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിൽ, അവരെ സ്വഭാവഹത്യ, വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ഉൾപ്പെടെ ചില ഇടപെടലുകൾ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം കോൺഗ്രസുകാരായിട്ടുള്ള പല നേതാക്കളും ഇതിന്റെ ഭാഗമായി വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് ഹാൻഡിലുകൾ നിയന്ത്രിക്കുന്ന തുടരുക. നമുക്ക് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. വ്യാജ പരാതിയാണ്, അതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നിങ്ങൾ എന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്, വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, കള്ളക്കേസാണ്. കമലേഷ്, രാഹുൽ ഈശ്വറിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണ് എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിജീവിത ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കമലേഷ്, ശ്രീനിധി, തീർച്ചയായും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് നിലവിൽ അങ്ങനെ പറയാനേ നിർവാഹമുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച തെളിവുകൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കേസാണെങ്കിലും ഇതിന്റെ എല്ലാം തെളിവുകൾ പൊതുജന മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് ആ കേസ് ഇല്ലാതാകുന്നില്ല, ആ കേസിന്റെ മെറിറ്റ് ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അതിജീവിതയെ കരുതിക്കൂട്ടി അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ചില TV ചാനലുകളിലെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പരസ്യമായി ഇത് വിളിച്ചു പറയുന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ പോയിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് വീഡിയോയിൽ ഉൾപ്പെടെ ഈ ഇരയുടെ ഐഡന്റിറ്റി, അതായത് ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ, പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം കൈക്കലാക്കിയിട്ടുണ്ട്, അത് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ തിരുവനന്തപുരത്തെ പൗടിക്കോണത്തുള്ള വസതിയിലെത്തി കസ്റ്റഡിയിൽ വരണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകുന്നത്. അതിനുശേഷം പോലീസുകാരോടൊപ്പം തന്നെ രാഹുലിന്റെ വാഹനത്തിൽ തന്നെയാണ് AR ക്യാമ്പിലേക്ക് എത്തുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. രാഹുലിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വറും കൂടി ആ ഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ദീപ രാഹുൽ ഈശ്വർ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിലെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് വൈകിട്ട് രാത്രി 9 മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചേർത്തിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ അതിജീവിതക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മാതൃകാപരമായ ഒരു നടപടിയാണ് ഈ നടപടിയിലൂടെ സൈബർ പോലീസും ഉദ്ദേശിക്കുന്നത്. ശ്രീനിധി, തീർച്ചയായും ഒരു മാതൃകാപരമായ നടപടിയിലേക്കാണ് സൈബർ പോലീസ് കടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ്.
ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.